പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്നാണ് ടോവിനോ അഭിനയിച്ച നടികർ കാണാൻ സാധിച്ചത്. 1983 ഇറങ്ങിയ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത പ്രേം നസീറിനെ കാണുവാനില്ല. അതേ വർഷം തന്നെ ഇന്നസെന്റ് നിർമ്മിച്ച് KG ജോർജ് സംവിധാനം ചെയ്ത ഭരത് ഗോപിയും മമ്മൂട്ടിയും നളിനിയും അഭിനയിച്ച ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. മോഹൻലാൽ നായകനായ ഉദയനാണ് താരം. പൃഥ്വിരാജ് നായകനായ ഹീറോ, ശ്രീനിവാസൻ നായകനായ പത്മശ്രീ സരോജ് കുമാർ, പൃഥ്വിരാജും അനൂപ് മേനോനും പ്രിയാമണിയും അഭിനയിച്ച രഞ്ജിത്ത് ചിത്രം തിരക്കഥ, മമ്മൂട്ടി നായകനായ ദി ബെസ്റ്റ് ആക്ടർ തുടങ്ങി കഴിഞ്ഞ മാസം ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം വരെ ഒത്തിരി സിനിമകൾ സിനിമക്കുള്ളിലെ സിനിമകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതേ ജോണറിലാണ് ജീൻ പോൾ ലാൽ എന്ന ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നടികർ എന്ന ടോവിനോ ചിത്രവും എത്തിയിരിക്കുന്നത്. ടോവിനോ തോമസിനെ കൂടാതെ ഈ സിനിമയിൽ സൗബിൻ സാഹിർ, ചന്തു സലിംകുമാർ, ധ്യാൻ ശ്രീനിവാസൻ, മധുബാല്, ദിവ്യ പിള്ള, ഷൈംടോൺ ചാക്കോ, ഭാവന, ധ്യാൻ ശ്രീനിവാസൻ, സുരേഷ് കൃഷ്ണ, രഞ്ജിത്ത്, സ്മിനോ സിജോ, അങ്ങനെ ഒത്തിരി ആളുകൾ അഭിനയിക്കുന്നുണ്ട്. സിനിമക്കുള്ളിലെ സിനിമയാണെങ്കിൽ പോലും ആദ്യ പകുതി വളരെ മനോഹരമായിട്ട് തന്നെ പോയിട്ടുണ്ട്. അത്യാവശ്യം എന്തൊക്കെയോ വരാനുണ്ട് എന്നുള്ള ഒരു തോന്നൽ കാഴ്ചക്കാരിൽ ഉണ്ടാക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ടോവിനോ ആണെങ്കിൽ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ സുരേഷ് കൃഷ്ണയുടെ വേറിട്ട ഒരു അഭിനയമാണ്, അല്ലെങ്കിൽ വേറിട്ടൊരു കഥാപാത്രമാണ് ഈ സിനിമയിൽ. വളരെ നന്നായിട്ട് സുരേഷ് കൃഷ്ണ വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭാവനയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ നമ്മുടെ ഷൈൻടോൺ ചാക്കോ ഒരു ചെറിയ ഒരു സംഭവത്തിൽ ഷൈൻടോൺ ചാക്കോനുണ്ട്. ഇന്ദ്രൻസ് വരുന്നുണ്ട് ചെറിയൊരു വേഷത്തിൽ. ഇന്ദ്രൻസ് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വേഷമാണ് പോലും വളരെ മനോഹരമായിട്ട് ഇന്ദ്രൻസിൻ്റെ ആ ഒരു ഭാഗം വളരെ ക്ലിയർ ആയിട്ട് വളരെ പക്ക പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അനൂപ് മേനോൻ്റെ ആ പഴയ ആ ഒരു ശൈലി തന്നെ, അത് വിട്ട് ഒന്നും അനൂപ് മേനോനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു താരമായിട്ടാണ് അനൂപ് മേനോൻ വരുന്നത്, ഇവൻ്റെ അച്ഛനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട്. അതിനിടയിൽ ഈ സിനിമക്കാരുടെ ഈഗോ പ്രശ്നങ്ങൾ, അതായത് ഒരു സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഒന്നും പിടിക്കാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞു കൊടുത്താലും അത്, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് സ്വന്തം ഇഷ്ടത്താൽ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ താൻ ചെയ്യുന്നതാണ് ശരി എന്ന് കരുതുന്ന സൂപ്പർ സ്റ്റാർ ആകുന്ന ഇന്നത്തെ നടന്മാരെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവർക്കിട്ടുള്ള നല്ലൊരു പണിയാണ് ഈ സിനിമ. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമക്കുള്ളിലെ സിനിമക്കാർ തന്നെയാണ് കാണേണ്ടത്. അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, അല്ലെങ്കിൽ ഭാവനയ്ക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് വെള്ളടി, പെണ്ണുപിടി, അതുപോലെ പൊടി, ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് നന്നായിട്ട് അഭിനയിക്കാൻ പഠിക്കുക എന്നൊക്കെ പറയുന്ന, അത് പല നടന്മാർക്കുമുള്ള ഒരു വാണിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു താക്കീതാണ്. എന്തായാലും ഇൻട്രോയിൽ വരെ പടം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇൻട്രോയിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ സിനിമ എവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം, ഇത് സിനിമയാണോ സിനിമക്കുള്ളിൽ സിനിമയാണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനായിട്ട് നമുക്ക് ബോറടിച്ചു പോകുന്ന ഒരു സംഭവമാണ് ഇൻട്രോയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഭയങ്കരമായിട്ട് ലാഗ് ചെയ്യുന്ന. അതേപോലെ തന്നെ സൗബിൻ സാഹിർ നന്നായിട്ടുണ്ട്. സൗബിൻ ടോവിനോനെ അഭിനയം പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു മാഷായിട്ടാണ്. വളരെ വളരെ മനോഹരമായിട്ട് സൗബിനെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ സൗബിൻ്റെ എല്ലാ വേഷങ്ങളും ടോവിനും ചെയ്തിട്ടുണ്ട്, നല്ല നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചവരൊന്നും മോശമാണെന്നല്ല പറഞ്ഞത്, അഭിനയിച്ചവരൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഒന്നുമില്ല, അഭിനയിക്കാനൊന്നുമില്ല. എന്തായാലും നിങ്ങൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കാരണം ഇത് എൻ്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാറാം. ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കാം. നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ കുടുംബസാഹസികൾ എത്രമാത്രം സ്വീകരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സിനിമാക്കാർക്ക് ഇത് കൃത്യമായിട്ട് കത്തും. കാരണം സിനിമാക്കാർക്കിടയിലുള്ള ഈഗോകളും, അല്ലെങ്കിൽ തരം താഴ്ത്തുകളും, ചവിട്ടും, കോക്കസ്, അല്ലെങ്കിൽ ഓരോ ഗ്യാങ്, അതൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവും, അത് അവർക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതിയിടുക. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കഴിയുമെങ്കിൽ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അതുപോലെ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.